ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് CNG ലീക്കിനെ കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് CNG ലീക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ, ആ ലീക്കുള്ള പോയിന്റിൽ നിന്നും നല്ല സൗണ്ട് വരും. അതായത് ഒരു ചെറിയ ഹോളിൽ നിന്ന് ഹൈ പ്രഷറിൽ ഗ്യാസ് പോകുന്നൊരു സൗണ്ട്. അതേപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ടാവും, ഗ്യാസിൻ്റെ സ്മെല്ല്. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ ബാക്കിൽ CNG ഡിക്കിയിൽ, നമ്മുടെ കാറിൻ്റെ ഡിക്കിയിലായിട്ട് CNG സിലിണ്ടറിൽ ഒരു വാൾവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, CNG സിലിണ്ടർ വാൾവ്. അത് ഫുള്ളി ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ ആ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ പറഞ്ഞു തരാം. പിന്നെ ഓപ്പൺ ക്ലോസ് എന്ന് കാണും, നേരത്തെ മറ്റേത് കണ്ടതുപോലെ തന്നെ, ഫില്ലിംഗ് വാൾവ് കണ്ടതുപോലെ തന്നെ കണ്ടോ, ഓപ്പൺ ക്ലോസ് ആരോ കാണിച്ചിട്ടുണ്ട്. അപ്പം ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട്, ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട്. അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഓപ്പണും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ക്ലോസും. അപ്പം നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത്, അതായത് ഗ്യാസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പൺ കണ്ടീഷൻ ആയിരിക്കണം, മുമ്പിലത്തെ ഫില്ലിംഗ് വാൾവ് ഓപ്പൺ കണ്ടീഷനിലായിരിക്കണം. പിന്നെ ലീക്ക് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ, അതായത് ഇപ്പം നിങ്ങൾ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോയി ഇതിന് ശേഷം നമ്മുടെ ഇപ്പം എന്തെങ്കിലും സൗണ്ട്, ഗ്യാസ് ലീക്ക് ചെയ്യുന്ന പോലത്തെ സൗണ്ടോ സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ പാനിക് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ഒരു വാൾവ് ഈ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഫുള്ളായിട്ട് ക്ലോസ് ചെയ്താൽ മതി. വേറെ ഒരു പോയിന്റിൽ നിന്നും ലീക്കേജ് വരില്ല. ലീക്ക് ഉണ്ടെന്ന് ഡൗട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ബാക്കി ടാങ്ക് വാൾവ് ഇപ്പോൾ അടയ്ക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇനി ലീക്ക് ഉണ്ടെന്ന് കൺഫേം ചെയ്യാനൊരു മാർഗ്ഗമുണ്ട്. ഈ സ്വിച്ചിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾ ഫുൾ ടാങ്ക് അടിച്ചെന്ന് കൂട്ടിക്കോളൂ, മൊത്തം ലൈറ്റും കത്തും. ഇതിന് ശേഷം നമ്മളിപ്പം രാത്രി ഉറങ്ങാൻ കിടന്നു, അതായത് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ വണ്ടി വെളി പാർക്ക് ചെയ്യുക. ഫുൾ ടാങ്ക് CNG ഉണ്ടല്ലോ, നിങ്ങൾ എന്നിട്ട് ടാങ്ക് വാൾവ് ഇപ്പോൾ ഓപ്പൺ കണ്ടീഷൻ ആയിരിക്കണം. കാര്യം ഗ്യാസ് പോയാലല്ലേ നമുക്ക് ലീക്ക് ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ടാങ്ക് വാൾവ് ഓപ്പൺ കണ്ടീഷൻ ആയിരിക്കണം, ഗ്യാസ് ഫുൾ അടിക്കണം. എന്നിട്ട് ഓവർനൈറ്റ് വണ്ടി ഇങ്ങനെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടേക്കണം. എന്നിട്ട് നിങ്ങൾ ഇൻഡിക്കേഷൻ ചെക്ക് ചെയ്താൽ മതി, 4 ലൈറ്റും കാണുമല്ലോ. രാവിലെ എന്നിട്ട് നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട്, അത് ഏകദേശം ഒരു 8 മണിക്കൂറിന് ശേഷം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പം ഈ ലെവൽ നിങ്ങൾ ചെക്ക് ചെയ്യണം എത്രമാത്രം ഉണ്ടെന്ന്. 2 പോയിൻ്റെങ്കിലും, 1 പോയിൻ്റാണെങ്കിൽ കാര്യമാക്കണ്ട, അറ്റ്ലീസ്റ്റ് 2 പോയിൻ്റെങ്കിലും മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ലീക്കേജിന് സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ ഗാരേജിലേക്ക് കൊണ്ടുവരിക. ടാങ്ക് വാൾവ് അടച്ചതിന് ശേഷം നമ്മുടെ ഗാരേജിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഈ പറഞ്ഞതുപോലത്തേതല്ലാത്തൊരു സിറ്റുവേഷൻ, അതായത് CNG സിലിണ്ടർ വാൾവ് ക്ലോസ് ചെയ്തിട്ട് പോലും ലീക്ക് മാറാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ, വണ്ടി റോഡിലാണെങ്കിൽ റോഡ് സൈഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുക, ഡോറെല്ലാം തുറക്കുക. എന്നിട്ട് നിങ്ങൾ ആ വണ്ടിയിൽ നിന്ന് മാറി നിൽക്കുക. കാര്യം CNG ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്യാസ് ആ വണ്ടിക്കകത്ത് തങ്ങി നിൽക്കാതെ എല്ലാം വെളിയിലൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. എല്ലാ ഗ്യാസും വെളിയിൽ പോയി എന്നുറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ തിരിച്ച് ആ വണ്ടിക്കകത്ത് കയറി ഏറ്റവും അടുത്ത ദിവസം തന്നെ, അല്ലെങ്കിൽ ആ ദിവസം തന്നെ CNG വർക്ക്ഷോപ്പിലോട്ട് പോവുക. ഈ കാര്യം പരിഹരിക്കുക.